I am especially very, very thankful to our great benefactor and leader, Sheikh Abu Bakr, who has given a most wonderful leadership to not only the Sunnis but also the people of Kerala, and his message of service and brotherhood is important for all humanity. ഞാൻ അത്യധികം അഭിനന്ദിക്കുന്നത് ഷെയ്ഖ് അബൂബക്കർ അവറുകളെയാണ്. അദ്ദേഹം കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ മുഴുവനും സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്നു. I must apologize to you for not being able to speak in Malayalam. There are two reasons why I am not able to speak in Malayalam. One is that I was exposed to Kerala only at a very late age. I wish I had come here earlier. Second reason is I am that learning Malayalam is one of the most difficult things to do on this planet. എനിക്ക് വളരെ സങ്കടകരമായ ഒരു വസ്തുത നിങ്ങളോട് മലയാളം സംസാരിക്കാൻ കഴിയില്ല എന്നതാണ്. ഞാൻ വളരെ വൈകിയാണ് ഞാൻ കേരളത്തിൽ വന്നത്. നേരത്തെ വരേണ്ടതായിരുന്നു. അതെനിക്കൊരു നഷ്ടമാണ്. മലയാളം പഠിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് എനിക്കറിയാം. ഒന്നാമതായി ആ ഭാഷ ഞാൻ വളരെ വൈകിയാണ് ഞാൻ കേൾക്കാൻ ശ്രമിച്ചത്. രണ്ടാമതായി അത് പഠിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് അറിയാൻ കഴിയും. That is why I am very, very thankful for Principal Sahab here, who has very generously services to translate I am saying to you. എന്നോട് അദ്ദേഹത്തിന് വളരെയധികം കടപ്പാടുണ്ട്. കാരണം എന്റെ പ്രസംഗം വളരെ നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം ഏറ്റത് ഞാൻ അദ്ദേഹത്തോട് വളരെ കടപ്പാട്. Principal Sahab will translate it, make it correct when he speaks in Malayalam. എന്റെ ഇംഗ്ലീഷിൽ ഇനി വല്ല കുഴപ്പമുണ്ടെങ്കിലും അത് ഈ പ്രിൻസിപ്പളായ ഞാൻ അത് വളരെ മോശമില്ലാതെ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. Friends, I am a journalist, a Sahafi, a Patrakar. Why I and the current challenges before it. ഞാനൊരു പത്രപ്രവർത്തകനാണ്. എനിക്ക് എന്റെ മുമ്പിലുള്ള വിഷയം ഇന്നത്തെ മാധ്യമങ്ങളും അതിന്റെ സമൂഹത്തിലെ ഇടപെടലുകളും എന്നതിനെ കുറിച്ചാണ്. I have been a journalist now for almost 30 years. I started in the year 1985. Today is 2015. 30 വർഷമായി ഞാൻ ഈ പത്രപ്രവർത്തനത്തിന്റെ ഫീൽഡിലാണ്. 1985 ഞാൻ ഇത് തുടങ്ങി വെച്ചത്. I have done many things. I have worked as a reporter, as a producer. I have worked for TV channel, newspaper. Most interesting and challenging job has been as an investigative reporter. ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്, TV റിപ്പോർട്ടറായിട്ട് ചാനലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയത് എന്റെ അന്വേഷണാത്മകമായ എന്റെ റിപ്പോർട്ടിംഗ് ആണ്. ഞാൻ അതിന്റെ ആളാണ് വർക്ക്. I think I was 13 or 14 years old. I lived in the city of Allahabad in the state of Uttar Pradesh, UP, which is also known as Ulta Pradesh. ഞാൻ 10-13 അലഹബാദ് ഉത്തർ പ്രദേശ്, അതായത് ആകെ ഉൾട്ടാക്കുന്ന പ്രദേശം എന്നാണ് അതിനെ പറയുന്നത്. Those were the times in the early 1980s when there was no internet, no television, no easy access to material coming from any part of the world. അക്കാലത്ത് ഒന്നും കാര്യമായ വാർത്താവിനിമയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല, അതുപോലെ ഫോൺ സന്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രാകൃതമായ അവസ്ഥയാണ് അന്ന്. Who had a hunger library. I read somewhere
a statement. ഞാനന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കന്ന് വായിക്കാനും അറിയാനുമുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലൈബ്രറികളിൽ പോയി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. That statement was, news is to hide. എനിക്ക് ബോധ്യപ്പെട്ടത് ഈ വാർത്ത എന്നത് എവിടെയൊക്കെയോ ആരൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നതായിരുന്നു. News is what someone somewhere is trying to hide. Everything else is പല എല്ലാം ഒരു പരസ്യം പോലെയാണ് കാണുന്നത്. That means whether it is the politician or the bureaucrat, the police, or anyone who is associated with the higher levels of society, of government, always has something to hide, and it is my job as a reporter to find what that person is hiding and bring it out to the people of this country. രാഷ്ട്രീയക്കാരായാലും ഉദ്യോഗസ്ഥ വൃന്ദമായാലും പോലീസുകാരായാലും അവർ സമൂഹത്തിന്റെ ഉന്നത വൃത്തങ്ങളിൽ വിരാജിക്കുന്നവരാണ്. അവർക്ക് പല വാർത്തകളും മറച്ചു വെക്കാറുണ്ട്, മറച്ചു വെക്കുന്നുമുണ്ട്. അങ്ങനെ മറച്ചു വെക്കുന്ന വാർത്ത കൊണ്ടുവരും. That it is now completely publishing the news that is advertising and not reporting the news that people are hiding. ഇന്ന് പല മാധ്യമങ്ങളും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവർ ന്യൂസുകൾ, വാർത്തകൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്, അത് പ്രസിദ്ധപ്പെടുത്തുന്നില്ല. Why do I say that? I say that because if you pick up a newspaper, or if you will always find it is full of statements made by a politician, a political party, a minister, a district magistrate, a police officer. Nowhere do you find a journalist really investigating the truth and going behind the claims of these people. ഇന്ന് ഏത് മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും, അത് പത്രങ്ങളായാലും അത് ടെലിവിഷൻ, അതിൽ നമ്മൾ കാണുന്നത് കുറെ പൊളിറ്റീഷ്യൻസിന്റെയും, അതായത് രാഷ്ട്രീയക്കാരുടെയും, അതുപോലെ ഒരുപാട് പേരുടെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഒക്കെ പ്രസ്താവനകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് അന്വേഷിച്ചെടുക്കുന്ന വാർത്തകൾ ഇവരാരും കൊടുക്കുന്നില്ല. What is happening is that instead of being outside the system, instead of being an entity whose job it is to expose wrongs in the system, the news media has today become part of that system. ഇന്ന് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് തെറ്റായ കാര്യങ്ങൾ പുറത്തുവിടുന്നവരാണ്. അങ്ങനെ തെറ്റിന്റെ പ്രതിനിധികളായി ഇന്നത്തെ ന്യൂസ് സിസ്റ്റം, വാർത്താ മാധ്യമങ്ങൾ മാറിയിരിക്കുകയാണ്. There are many examples of how this is happening. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് കാണിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. One of the biggest example of the news media failing to do its duty, one of the biggest examples of that is its coverage of terrorism cases in India. ഇതിന് ഏറ്റവും പ്രധാനമായ ഒരു ഉദാഹരണം ഇന്നത്തെ ഭീകരതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോഴാണ്. എങ്ങനെയാണ് അത് മറച്ചുവെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. I remember when I became a reporter in the 1980s,
People like me used to question the police, and the police used to be scared of reporters like us. ഞാൻ 1986-കളിൽ ഞാൻ വാർത്തകളെ അന്വേഷിച്ച് പ്രസ്താവിക്കാൻ അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ തുടങ്ങി. Today, any of you were to ever go to a press conference by the police commissioner or any other senior police officer, you will find that reporters are simply taking notes of whatever the police officer is telling them. ഇന്ന് നിങ്ങൾ എവിടെ പോയി നോക്കിയാലും കാണാം, റിപ്പോർട്ടർമാർ നേരെ ചെയ്യുന്നു, പോലീസുകാർ എന്തോ പറയുന്നത് അത് വാർത്തയായി കൊടുക്കുന്നു. അതാണ് ഇന്ന് വാർത്തയായി നമ്മുടെ മുമ്പിലുള്ളത്. Every time there is an incident of terrorism, every time there is a bomb blast, every time some Muslims are arrested in this country in the name of terrorism, the news media writes everything that the police tell it to write. എവിടെ നോക്കിയാലും വാർത്തയിൽ ഒരു ടെററിസം, ഒരു ഭീകരത കാണാം, ഒരു ബോംബ്, ഒരു എല്ലായിടത്തും ചെയ്തത് കാണാം. ഇതൊക്കെ പോലീസ് കൊടുക്കുന്ന പ്രസ്താവനകൾ മാത്രമാണ്. But how many times have you, how many times reporter on the trial of those terror cases? നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എത്ര റിപ്പോർട്ടർമാർ, എത്ര പത്രപ്രവർത്തകർ കോടതി മുറിയിലേക്ക് പോയിട്ട് ആ കോടതിയിലെ വിചാരണയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അവർ തയ്യാറാവുന്നുണ്ടോ? The national media, the so-called national media, the so-called national newspapers from Delhi, the so-called national TV news channels from Delhi, they are the worst offender of this principle. ഈ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്ന മാധ്യമങ്ങൾ, ദേശീയ പത്രങ്ങൾ എന്ന് പറയുന്ന പത്രങ്ങൾ, ഡൽഹിയിൽ നിന്നും ഇറങ്ങുന്ന ഈ ദേശീയ മാധ്യമങ്ങൾ, ഇവരൊക്കെ ഈ ഒരു പരിപാടിയുടെ തന്നെ മാത്രം ആളുകളാണ്. Let me give you a simple example. When Mr. Modi was 2014, for 4 years, between 2002 and 2006, nearly 2 people were police. മുതൽ 2014 വരെ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന കാലം, അതിനിടയ്ക്ക് 4 വർഷത്തിനുള്ളിൽ മാത്രം ഒരുപാട് ഭീകരമായ ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായി. ഇതിനെന്താണ് സംഭവിച്ചത്? Every time such a killing occurred on the Abad and the police claimed that they had killed terrorists in an encounter, the news media of India totally supported the police story and published it. പറഞ്ഞു ഭീകരവാദികളെയാണ് ചെയ്തത്. ഈ മാധ്യമങ്ങൾ മുഴുവനും അത് അപ്പടി പ്രസിദ്ധീകരിച്ചു. It was 4 years later when a man named Rubabuddin complained to the court and said Rubabuddin by the first time the news media started reporting on that version also. സുഹറാബുദ്ദീന്റെ വധത്തിന് ശേഷം 4 വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ ബ്രദർ റുബാബുദ്ദീൻ വന്ന് പറഞ്ഞത്, എന്റെ സഹോദരൻ സുഹറാബുദ്ദീൻ ഒരിക്കലും ഒരു ഭീകരനായിരുന്നില്ല. അന്നു മുതലാണ് ചില പത്രങ്ങളെങ്കിലും ഇതുപോലുള്ള സത്യങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയത്. If the news media had their job of exposing whatever the police was trying to hide
from the very first encounter, a lot of innocent lives would have been saved. നമ്മുടെ ഈ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ ായിരുന്നെങ്കിൽ ഒരുപാട് നിരപരാധികളായ ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. Even today, as I stand here before you, India's finance is budget in Parliament. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. 2 days ago, Suresh Prabhu, the railway minister, had presented the railway budget in Parliament. 2 ദിവസം മുമ്പ് റെയിൽവേ മന്ത്രി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചു. I am yet to see a single news report where is the money going to come from? എന്നിട്ടോ ഒരാള് പോലും ഇത് അവതരിപ്പിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ എവിടെ നിന്നാണ് പണം വരുന്നത് എന്നതിനെ കുറിച്ചോ ഒന്നും ഇല്ല. Here to said in Parliament today that this year 2015-16 Indian economy will grow at the rate of 8 to 8.5%. ഞാൻ ഇന്ന് ഇവിടെ വന്നതിന് ശേഷം എന്റെ ഫോൺ നോക്കുകയായിരുന്നു. അതിൽ അരുൺ ജെയ്റ്റ്ലി പറയുന്നത് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കൂടിയിട്ടുണ്ടെന്നും അത് ഈ ഒരു വർഷം കൊണ്ട് 8.8 ആയിട്ട് വർദ്ധിക്കുമെന്നുമാണ്. This is an astonishing claim, astonishing economy in the previous year. For the finance minister to make the claim that within the space of 1 year, the rate of growth will go up from 5% to 8% is a huge claim. കഴിഞ്ഞ വർഷം 5% ആകുമെന്നാണ്. I will not be surprised. I will not be surprised if tomorrow, day after, and in the next week, I don't find channels. There is no evidence on the ground to support the claim that India's economy will grow by 8% in 2015-16. എനിക്ക് ഒരു സംശയവുമില്ല, എനിക്ക് അത്ഭുതവുമില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ഒരിക്കലും ഇങ്ങനെ ഒരു വളർച്ചാ നിരക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഉണ്ടാകാൻ പോകില്ല എന്നത്. അത് നമ്മൾ കാണാൻ പോവുകയാണ്. I will give you another example. We are living in Kerala here. I am sure all of you, Kerala is the land of very educated people. ഇപ്പോൾ കേരളത്തെ കുറിച്ച് കേരളത്തില് നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുറെ മനുഷ്യരാണുള്ളത്. Very politically conscious people. രാഷ്ട്രീയമായി നല്ല ബോധമുള്ള ആളുകൾ. Therefore, I am sure you have been following for years papers in eastern India. ഇവിടെ നിങ്ങൾക്ക് നല്ല ബോധമുണ്ടായിരിക്കും എന്താണ് മാവോയിസ്റ്റുകളും തീവ്രവാദികളും ഛത്തീസ്ഗഡിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാവും. I have been going to the Chhattisgarh area, to the South Chhattisgarh region known as Bastar, which is a tribal area. For the last several years I have been going there. ഞാൻ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ ബസ്തക് ഏരിയയിലെ അവിടെ ആദിവാസികളുടെ കേന്ദ്രമാണ്. ഞാൻ അവിടെ പോയിരുന്നു.
I can tell you that the ground reality in Bastar region, Bastar is a huge region. In size, Bastar is bigger than Kerala. The ground papers and ബസ്തറിലാണ് അടിസ്ഥാന കാരണമുള്ളത്. ബസ്തർ കേരളത്തെക്കാളും വലിയ ഒരു പ്രദേശമാണ്. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് പുറത്ത് അറിയുന്നില്ല. In Bastar, I have walked for days in the forests. I have crossed rivers, waist deep water. I slept with tribal people. I can tell you the story is extremely different from what the news media tell us. ബസ്തറിലെ വനാന്തരങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടെയുള്ള ആഴമുള്ള നദികൾ ഞാൻ കടന്നിട്ടുണ്ട്. അവിടെ വനങ്ങളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരുപാട് മാവോയിസ്റ്റുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നു പറയുന്നു, നിങ്ങൾ ഒരു വാർത്തയും അവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ല. What is the story in Bastar? The story in Bastar is that while there are Maoists and Naxalites in the forests, the government and its police and its paramilitary forces are unable to do anything to the Maoists, but they go and therefore kill ordinary innocent men and children. ഒരുപാട് മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളുമുണ്ട്. ഈ നക്സലൈറ്റുകളെയോ മാവോയിസ്റ്റുകളെയോ ഒന്നും തൊടാൻ പോലും ഈ പോലീസുകാർക്ക് കഴിയില്ല. എന്നിട്ടോ അവർ ഒരുപാട് പാവപ്പെട്ട നിരപരാധികളായ ഗോത്രവർഗക്കാരെയും അവിടെയുള്ള തദ്ദേശവാസികളെയും കൊല്ലും. എന്നിട്ട് അവർ പറയും ഇതാണ് യാഥാർത്ഥ്യം. Visited areas in the forests. I have met with families whose children have been murdered in cold blood by the police. I have met women who have been disrespected and dishonored by the police. I have with my own eyes seen farms which have been burnt down, houses which have been burnt down, people, innocent people who have been arrested and put in prison for years and years on the false charge of being a Naxal. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ ദീനരോധനങ്ങൾ, ഒരുപാട് പാവം കുട്ടികളെ അവർ കൊന്നു കളഞ്ഞിരിക്കുന്നു, ഒരുപാട് സ്ത്രീകളെ അവർ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നു, ഒരുപാട് പേരെ ഒരു കാരണവുമില്ലാതെ അവർ ജയിലിലടച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നതോ ഒരുപാട് മാവോയിസ്റ്റുകളെ ഞങ്ങൾ കൊന്നു തടവിലാക്കി എന്നുള്ളതാണ്. I will take you to another location. ഞാൻ മറ്റൊരു കഥ കൂടി നിങ്ങളോട് പറയുകയാണ്. കാശ്മീരിൽ പാകിസ്ഥാന്റെ അതിർത്തിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. Have done to the ordinary innocent men, women and children in the entire Kashmir valley over the last 20 ഹൃദയഭേദകമായി നമ്മൾ ഓർക്കുകയാണ്. ജനങ്ങളോട്, അവിടെയുള്ള സ്ത്രീകളോട്, അവിടെയുള്ള കുട്ടികളോട് ഈ പോലീസും അതുപോലെ പട്ടാളവും അതുപോലെ ഉദ്യോഗസ്ഥന്മാര് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. And yet what do we see? We see the news media of this country only reporting മാധ്യമ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു, സർക്കാരിനെ സംരക്ഷിക്കുന്നു, പട്ടാളത്തെ സംരക്ഷിക്കുന്നു. I can tell you the same thing is happening with Dalits in this country. Anybody who stands up and basically who decides to fight for his rights,
നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ ദളിതന്മാരുടെ പ്രശ്നം, ഈ രാജ്യത്ത് അവരും ഒരുപാട് കഷ്ടപ്പെടുകയാണ്. എത്ര പേരുണ്ട് അവരുടെ അവകാശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ? including the anti-test murder, violence, gun running, smuggling, all kinds of false cases have been filed against the activists of the anti-nuclear power activists in Tamil Nadu, and the news media has been conveying that state narrative like a parrot. നിങ്ങൾ അറിയോ കൂടംകുളം പദ്ധതി അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്ര പേരെയാണ് കൊന്നൊടുക്കുന്നത്? എന്തെല്ലാം കള്ളക്കേസുകളാണ് ഉണ്ടാക്കുന്നത്? ഏതെല്ലാം ആളുകളാണ് പൊള്ളായ വാർത്തകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങൾ ചെയ്യുന്നത് തത്ത പാട്ട് പാടുന്നത് പോലെ എന്താണോ പോലീസും സ്റ്റേറ്റും പറയുന്നത് അത് അപ്പടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Dear brothers, you might as well ask, why is it wrong? After all, India needs to be secure. India needs to be safe. We don't want terrorism. We don't want crime. We want the government, we elect the government to provide us with security. So what is wrong? What ഇവിടെ എന്താണോ സർക്കാർ ചെയ്യുന്നത് അതിനെ പാടി പറയാൻ വേണ്ടി മാത്രം കുറെ മാധ്യമങ്ങൾ. The answer is very simple. Only truth സത്യം അത് മാത്രം നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്നാൽ അസത്യം ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. അത് സമൂഹത്തെ നശിപ്പിക്കുക. India wrong people are being arrested. If innocent are being arrested, then that means that the real terrorist is still out in the open, and therefore justice is not by executing innocent. ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഭീകരരോ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. Also, it has been said by many people, many great Washington, great thinkers of the history have said this, that democracy is worthless if the people of that society are not keeping a close on the government they have elected. വലിയ മനുഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ജോർജ് വാഷിംഗ്ടൺ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ജനാധിപത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ ജനാധിപത്യത്തിന്റെ മേൽ ഒരു കണ്ണ് ആ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടാകണമെന്ന്. The media is supposed to be a people and not a representative of the government and its agencies. അതാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അല്ലാതെ സർക്കാരിന്റെ കാര്യങ്ങളെ നോക്കി അത് മാത്രം പറയുകയല്ല വേണ്ടത്. The media should belong to the people. മാധ്യമങ്ങൾ അത് ജനങ്ങളുടേതാവണം. Industrial houses by businessmen who have their own friendship with the government, with politicians and ministers. That is why the media fails to do its duty. കേരളത്തിലെ 90% ഇവരുടേതാണ്.
ചെറിയ ചെറിയ ബന്ധം, അതുകൊണ്ടാണ് ലക്ഷ്യം കാണാത്തത്. Dear friends, in order to create a better society, we have to look at ourselves, at our own family. As a father, I am sure you do not go and lie. As a father, you tell your child, do not lie, speak the truth. നമ്മൾ ചെയ്യേണ്ടത് നേരിട്ട് കാര്യങ്ങൾ പറയാനുള്ള നമുക്കുണ്ടായിരിക്കണം. ഒരാള് അസത്യമാണ് പറയുന്നതെങ്കിൽ പിതാവ് മകനോട് പറയണം, നീ അസത്യം പറയരുത്, നീ സത്യം പറയണം എന്ന് പറയേണ്ടതുണ്ട്. This is the challenge before you, before the people of this country, before the Indian society as a whole. The biggest challenge is to tell its most important child, which is the news media, do not lie to me, speak the truth to me. നിങ്ങൾ ഇവിടെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം നമ്മൾ മിണ്ടാതിരിക്കുകയില്ല, മറിച്ച് മീഡിയയുടെ മുമ്പിലും the media government does not improve itself, just as a police does not improve itself. No system improves itself unless there is pressure from outside. That is why we, the people of this country, have to put pressure on the media to change its behavior, to stop lying and to start speaking the truth. സഹോദരന്മാരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, മീഡിയക്ക് സ്വന്തം നന്നാവാൻ കഴിയില്ല, നന്നാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മീഡിയയുടെ മേൽ നിങ്ങളുടെ ശക്തമായ സത്യത്തിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മീഡിയയെ നന്നാക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. And the only way to media to pressure holding by challenging it. മീഡിയ അത് നന്നാകണമെങ്കിൽ ഒരു മാർഗം മാത്രമേ വഴിയുള്ളൂ, അതിനെ വെല്ലുവിളിക്കാനുള്ള ശക്തി നമ്മൾ ആർജിച്ചിരിക്കണം. Remember what I said to you at the beginning, dear brothers. News is what someone else is advertising. സഹോദരന്മാരെ, ഇവിടെയുള്ള വാർത്ത എന്നത് എവിടെയൊക്കെയോ അത് മറച്ചു വെച്ചിരിക്കുകയാണ്, മറച്ചു വെക്കുന്ന വാർത്തയാണുള്ളത്. Friends, when you pick up the newspaper today and every day after today, on the television and watch news today and every day after today, I want you to ask yourself, is this news advertising or is this news what someone somewhere is trying to hide? നിങ്ങൾ TV തുറന്നു നോക്കിയാൽ, രാവിലെ വാർത്ത കിട്ടുന്നതിന് വേണ്ടി നോക്കിയാൽ നിങ്ങളത് വായിക്കുന്നു, പക്ഷെ നിങ്ങൾ ചോദ്യം ചോദിക്കണം, എവിടെയൊക്കെയാണ് വാർത്ത മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. You will find your own answer. You don't need to tell you which is news and which is advertising. You don't need a neighbor, a father, a mother, a professor to tell you. You can apply your own mind, you can apply your own intelligence and know which news is correct and which news is fake and advertising. ഈ സത്യത്തിന് വേണ്ടി വിദഗ്ധന്മാരെ ആശ്രയിക്കേണ്ടതില്ല. ഏതെങ്കിലും പിതാവിന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളുടെയും ജോലിഭാരവും അതിനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് സത്യം ഏതെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. And if we can start a movement against fake news, നമുക്ക് എതിരായിട്ടുള്ള we can advertise is masquerading falsely in the name of news in newspapers and TV news. TV ന്യൂസുകളിലും പത്രമാധ്യമങ്ങളിലും യഥാർത്ഥ വാർത്തകളല്ലാതെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എങ്കിൽ അതിന് നമുക്കൊരു മാർഗം. The news media will be forced to become more truthful, more alert and more responsive towards us, the people of this country. ന്യൂസ് റിപ്പോർട്ടറെ യഥാർത്ഥ രീതിയിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് അദ്ദേഹത്തെ
പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കണം, സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിന് നമുക്ക് കഴിയണം. Dear friends, at the to say passive recipient, don't see yourself as helpless people sitting in your homes and being given whatever the news media is bringing to you, and that you have to accept all of it as the truth. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എന്താണോ പറയുന്നത് അത് മുഴുവൻ ശരിയാണ് എന്ന തരത്തിൽ നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാകരുത്. മറിച്ച് അതിനെ നിങ്ങൾ ബുദ്ധി കൊണ്ട് അതിനെ വിവേചിച്ചറിയാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. Questioning the news that the media are bringing to you, and if you ask yourself that what is the logic behind this news, you will start getting your answer. Start asking. വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോന്നിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കണം. ഓരോന്നിന്റെയും പിന്നിലുള്ള ന്യായം എന്താണെന്ന് അന്വേഷിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ബുദ്ധിപരമായി നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ന്യൂസ് എത്തിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടർമാരെ സമ്മർദ്ദം ചെലുത്താൻ കഴിയും. Dear brothers, I am very, very thankful and grateful to you for inviting me here to speak before you. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. I apologize for not being very well. I have been unwell for a few days, and I hope you will forgive me if I have said something wrong, and I hope Principal Sahab has translated it better than what I said. സുഹൃത്തുക്കളെ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് വലിയ സുഖമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് ക്ഷമിക്കണം. പിന്നെ നന്നായിട്ട് ഈ പ്രിൻസിപ്പൽ സാഹിബ് അത് നന്നായി വിവർത്തനം ചെയ്തിട്ടുണ്ട്. I thank you very much, and I am sure Sunni Yuvajana Sangham will see 75 years and 100 years and many, many more decades of the great work you have been doing. Jai Hind. Thank you so much. വളരെ നന്ദിയുണ്ട്. ഈ സുന്നി യുവജന സംഘം 75 വർഷവും 100 വർഷവും ഒരുപാട് കാലഘട്ടവും ഇത് വീണ്ടും സമർത്ഥമായി തന്നെ മുന്നോട്ട് വരട്ടെ എന്ന് ആശിക്കുകയാണ്. താങ്ക് യു. Let me to express our sincere thanks and gratitudes towards both Mr. Ajit Sahi